Yeah. Yeah. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിക്ഷണറീസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോയിൽ നമ്മൾ സ്ട്രിങ്സ്, ലിസ്റ്റ്, ടപ്പിൾസ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്സിനെയൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിക്ഷണറീസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള 4 എണ്ണത്തിലുള്ള ലാസ്റ്റായിട്ട് വരുന്ന ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഡിക്ഷണറീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിക്ഷണറി എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ dictionaries.py എന്ന് പറയുന്ന ഒരു ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്താണ് ഡിക്ഷണറി എന്നുള്ളത് പറഞ്ഞുതരാം. ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഒരു കീ വാല്യൂ പെയർ ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. കീ വാല്യൂ പെയർ എന്ന് പറയുമ്പോൾ എന്താണ്? കീ വാല്യൂ പെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വാല്യൂവിന് ഒരു കീ ആണ്. ഈ ഒരു കീ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ഡിക്ഷണറിക്കകത്ത് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഒരു കീ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തുള്ള വാല്യൂ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു കീനെ ആയിരിക്കും ഈ ഒരു ഡിക്ഷണറി. മറ്റേലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ജസ്റ്റ് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു 5 എലമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആ ലിസ്റ്റ് ഓഫ് 0 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് വരും. പക്ഷേ ഇതിൽ നമ്മൾ ഡിക്ഷണറിക്കകത്ത് ഡിക്ഷണറി ഓഫ് ആ ഒരു ഇൻഡെക്സിലുള്ള 0th ഇൻഡെക്സിലുള്ള, ഫസ്റ്റ് ഇൻഡെക്സിലുള്ള, സെക്കൻഡ് ഇൻഡെക്സിലുള്ള വാല്യൂ നമ്മൾ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യത്തില്ല. അതിന് പകരം നമ്മൾ ഇതിൻ്റെ അകത്ത് കീ വെച്ചിട്ടായിരിക്കും ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു എംപ്റ്റി ഡിക്ഷണറി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഡിക്ഷണറി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡിക്ഷണറി റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കേളി ബ്രേസിലാണ്. ഓക്കെ, അപ്പോൾ D = ഇതാണ് ഡിക്ഷണറിയുടെ സിമ്പൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രിൻ്റ് D കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ dictionaries.py റൺ ചെയ്ത് നോക്കിക്കേ. ഇവിടെ കണ്ടോ ഈ 2 കേളി ബ്രേസ് ഒന്ന്, ഇതാണ് ഒരു എംപ്റ്റി ഡിക്ഷണറി എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു എംപ്റ്റി ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഡിക്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഡിക്റ്റ് ഓഫ് ഈ ഒരു ഡിക്റ്റ് ഫംഗ്ഷൻ നമ്മൾ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഇതൊരു എംപ്റ്റി ഡിക്ഷണറി ആയിട്ട് പ്രിൻ്റ് ആവും. നമ്മൾ നേരത്തെ ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റ് കിട്ടുന്നതായിരിക്കും, എംപ്റ്റി ലിസ്റ്റ് കിട്ടുന്നതായിരിക്കും. ടപ്പിളാണെന്നുണ്ടെങ്കിൽ സെയിം നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് ഡിക്ഷണറിയിലും ഡിക്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഡിക്ഷണറി, എംപ്റ്റി ഡിക്ഷണറി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വാല്യൂസ് നമുക്ക് എങ്ങനെ പാസ് ചെയ്ത് കൊടുക്കാം? വാല്യൂസ് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതാൻ പറ്റുന്നത്? ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള വാല്യൂസ് നമുക്ക് എഴുതാൻ പറ്റുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു കീ വാല്യൂ പെയർ ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വാല്യൂസിനും ഓരോ കീ വേണം. ആ കീ നിങ്ങൾക്ക് ഏത് ഡേറ്റ ടൈപ്പ് വേണോ യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡിജേഴ്സ് യൂസ് ചെയ്യാം, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്ട്രിങ്സ് യൂസ് ചെയ്യാം, എന്ത് വേണോ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് ഇൻഡിജേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 1 കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് കീ കൊടുക്കുന്നത്. കീ 1 എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു കോളം നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോഴേ അതൊരു കീ വാല്യൂ കീ ആവുള്ളൂ. ഇനി അടുത്ത് നമ്മൾ വാല്യൂ കൊടുത്ത്, വാല്യൂ ഞാൻ A എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. ഓക്കെ, അടുത്ത് ഞാൻ 2 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ B ആണ്. അതുപോലെ തന്നെ ഞാൻ 3 എന്ന് പറയുന്ന ഒരു കീ കൊടുത്തു, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് C ആണ്. ഇനി നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം എന്താണ് കാണിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 1 എന്ന് പറയുന്നതും 2 എന്ന് പറയുന്നത് 3 എന്ന് പറയുന്നതിൻ്റെ കീ വാല്യൂ പെയർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിക്ഷണറിക്കകത്തോട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റ് നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ലിസ്റ്റിലും ടപ്പിളിലൊക്കെ എന്താണ് ചെയ്തത്, ഇങ്ങനെ കൊടുത്തിട്ട് ഇപ്പോൾ 0th എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ 0 ഇങ്ങനെ കൊടുത്തു. ഇത് നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എറർ കാണിക്കും. കണ്ടോ, ഇതിൽ എറർ കാണിക്കും. ഇതിലിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ D ഓഫ് ഇതിൻ്റെ അകത്ത് നമ്മൾ കീ ആണ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, 1 ഇപ്പം പാസ് ചെയ്ത്. ഓക്കെ, 1 പാസ് ചെയ്യുമ്പോൾ നമുക്ക് A റിട്ടേൺ ആവും. എന്തുകൊണ്ടാണ്? 1 എന്ന് പറയുന്ന കീ നമ്മൾ പാസ് ചെയ്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ A ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് റിട്ടേൺ ആവും. കണ്ടോ, A റിട്ടേൺ ആയത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 ഒരു കീ ആണ്, അത് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കിട്ടും. അതുപോലെ തന്നെയാണ് 3ൻ്റെയും, അതിൻ്റെ വാല്യൂ നമുക്ക് റിട്ടേൺ ആവും. ഓക്കെ, ഇൻ കേസ് നമുക്കിത് മാറ്റി നമുക്കിപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിനെ Z എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. Z നമുക്ക് കീ ആയിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് പാസ് ചെയ്യും? Z പാസ് ചെയ്യും. Z പാസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് A വരും. കണ്ടോ, A വന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കീ ആയിട്ട് നമുക്ക് സ്ട്രിങ്സോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡിജറോ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറോ എന്ത് വേണം നമുക്കിവിടെ പാസ് ചെയ്യാം.
കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മളത് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കീസ്, ഓക്കെ, ഒരു ഡിക്ഷണറി തന്നിട്ട് അതിൻ്റെ കീസ് കണ്ടുപിടിക്കാൻ നമുക്ക് keys എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് പാസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു ഡിക്ഷണറിക്കകത്തുള്ള എല്ലാ കീസും നമുക്ക് കാണിച്ചു തരും. കണ്ടോ, ഡിക്റ്റ് ഓഫ് കീസ് എന്ന് അതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തു, 1 2 3 കീസ്. അടുത്ത നമ്മൾ വാല്യൂസ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ വാല്യൂസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് കാണിച്ചു തരും. ഓക്കെ, കണ്ടോ, വാല്യൂസ് നമുക്ക് കിട്ടിയത് ABC വാല്യൂസ്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്കൊരു വാല്യൂ ആഡ് ചെയ്യണം. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ അകത്ത് കീ ആണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. അടുത്ത് ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അടുത്ത് എനിക്ക് 4 കറസ്പോണ്ടിങ് ആയിട്ട് D എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടെ എനിക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. അപ്പം കീ നമ്മൾ കൊടുക്കണം. കീ എന്ന് പറയുന്നത് 4 ആണ്. അതെന്താണ്? നമുക്ക് D ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡിക്ഷണറി നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രിൻ്റ് D. ഇത് പ്രിൻ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഡിയും കൂടെ ഇതിൻ്റെ അകത്ത് ആഡായി കിട്ടും. ഓക്കെ, അതായത് 4 എന്ന് പറയുന്ന ഒരു കീ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഡിയും കൂടെ ആ ഒരു ഡിക്ഷണറിയുടെ കൂടെ വരും. അപ്പോൾ ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ, ആ ഒരു 4 എന്ന് പറയുന്ന കീയും കൂടെ ഇതിൻ്റെ അകത്ത് വന്നത്, കറസ്പോണ്ടിങ് ആയിട്ട് D എന്ന് പറയുന്ന വാല്യൂവും കൂടെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഇൻ കേസ് നമുക്കിത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് എനിക്കിപ്പോൾ എനിക്ക് ഈ ഫസ്റ്റ് കീയിലുള്ള 1 എന്ന് പറയുന്ന കീൻ്റെ വാല്യൂ എനിക്ക് ചേഞ്ച് ചെയ്യണം. അതെനിക്ക് F എന്നാക്കണം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ പ്രിൻ്റ് ആവും? അത് നമ്മൾ ചേഞ്ച് ചെയ്തു. D(1) എന്ന് പറയുന്ന കീനെ A മാറ്റി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് F ആക്കി. അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യുമ്പോൾ എന്ത് കാണിക്കും? 1ന് F ആയി, 2ന് B ആയി, 3ന് C ആയി. ഓക്കെ, അപ്പോൾ ഇത്ര എളുപ്പമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഒരു വാല്യൂ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡിലീറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. നേരത്തെ നമ്മൾ ഡിലീറ്റ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും ഡിലീറ്റ് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമ്മൾ പാസ് ചെയ്യേണ്ടത് എന്താണ്? കീ ആണ് പാസ് ചെയ്യേണ്ടത്. 1 നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഇനി പ്രിന്റ് ചെയ്യുമ്പോൾ എന്താണ് കാണിക്കുന്നത്? 1 ഇല്ല, 2ഉം 3ഉം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പോപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. പോപ്പ് ഫംഗ്ഷൻ എങ്ങനെ യൂസ് ചെയ്യാം? D.pop. അതിൻ്റെ അകത്ത് നമ്മൾ കീ പാസ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ 1 2 നമുക്ക് ഈ പ്രാവശ്യം 2 പാസ് ചെയ്ത് കൊടുക്കാം. 2 എന്ന് പറയുന്ന കീ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. കണ്ടോ, 2 എന്ന് പറയുന്ന ആ ഒരു കീ വിത്ത് വാല്യൂ അത് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇൻ കേസ് ഞാൻ ഇതിന് വരെ ഇൻഡെക്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിച്ചോ, 0th ഇൻഡെക്സിൻ്റെ അകത്തുള്ള എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്തു. ഇത് എറർ കാണിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഇതിൻ്റെ അകത്ത് പോപ്പ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ കീ ആണ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇൻ കേസ് ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മൾ ലിസ്റ്റിൽ ചെയ്ത പോലെ ജസ്റ്റ് പോപ്പ് മാത്രമാണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡിലീറ്റ് ആവുമെന്ന് നോക്കാം. കണ്ടോ, അപ്പോഴും എറർ വന്നു. അതിൻ്റെ അകത്ത് അതായത് ഈ ഡിക്ഷണറിക്ക് പോപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരു ആർഗ്യുമെൻറ്റ് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് കീ ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പാസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് 3rd കീ പാസ് ചെയ്ത് കൊടുത്തു. അപ്പം 3rd കീയിലുള്ള എലമെൻറ്റ് ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ള ഡിലീറ്റ് ഫംഗ്ഷനും പോപ്പ് ഫംഗ്ഷനും യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഡിക്ഷണറിക്കകത്തുനിന്ന് എലമെൻറ്റ്സ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ നേരത്തെ മെമ്പർഷിപ്പ് ഓപ്പറേഷൻ പഠിച്ചു. ഓക്കെ, നമുക്ക് മെമ്പർഷിപ്പ് ഓപ്പറേഷൻ നോക്കാം. ഇതിൻ്റെ അകത്തും ഇന്നും നോട്ട് ഇന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 ഇന്ന് D എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. അപ്പോൾ ഇത് ട്രൂ ആണിക്കും. കാരണം എന്തുകൊണ്ടാണ്? 1 എന്ന് പറയുന്ന ഒരു കീ ഇതിൻ്റെ അകത്തുണ്ട്. അടുത്ത് നോട്ടിന് കൊടുത്താൽ എന്ത് വരും? ഫോൾസ് വരും. കാരണം എന്ന് വെച്ചാൽ അത് തെറ്റാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം 1 എന്ന് പറയുന്ന കീ ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ലെങ്ത് ഓഫ് D കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ലെങ്ത് നോക്കുമ്പോൾ നമുക്ക് 3 ആണ് വരണം. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് 3 കീ വാല്യൂ പേരുണ്ട്. 1 2 3. ഓക്കെ, അങ്ങനെ 3 കീ വാല്യൂ പേരുണ്ട്. അതുകൊണ്ട് നമ്മൾ ലെങ്ത് നോക്കുമ്പോൾ നമുക്ക് 3 വരും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് എല്ലാം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്കിത് പഴയതുപോലെ നമുക്കൊരു എംപ്റ്റി ഡിക്ഷണറി ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിതിനെ D.clear എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യാം. D.clear എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ D ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് ഒന്നും കാണത്തില്ല. കാരണം എന്താ? അതൊരു എംപ്റ്റി ഡിക്ഷണറി ആയിട്ട് ആയി. കാരണം എന്താ? ക്ലിയർ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ എലമെൻറ്റ്സും വൈപ്പ് ഔട്ട് ആവും. ഓക്കെ, നേരത്തെ നമ്മൾ ഒരു എലമെൻറ്റിനെ, അതായത് നമ്മളിപ്പം D(1) കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ആ ഒരു വാല്യൂ നമുക്ക് കിട്ടും. D.
ഗെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റിൻ്റെ അകത്ത് നമ്മൾ എന്താണ് പാസ് ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു കീ പാസ് ചെയ്ത് കൊടുക്കുക, 1 പാസ് ചെയ്ത് കൊടുക്കും. 1 പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് വരും, എ വരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ 2 പാസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബി വരും. ഓക്കെ, അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്ഡേറ്റ് ഫംഗ്ഷനാണ്. ഈ ഒരു അപ്ഡേറ്റ് ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, 2 ഡിക്ഷണറി തന്നിട്ട് ആ ഒരു ഡിക്ഷണറിക്കകത്ത് ഏതെങ്കിലും ഒരു ഡിക്ഷണറിക്കകത്ത് മറ്റേ ഡിക്ഷണറിയും കൂടെ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഈ ഒരു അപ്ഡേറ്റ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു D1 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡിക്ഷണറി എടുത്ത് ഞാനൊരു പുതിയൊരു ഡിക്ഷണറി കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. D2 എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ 3 വരെ കീസ് ഉണ്ട്. അടുത്ത് 4ഉം 5ഉം 6 എന്ന് പറയുന്ന വേറെ 3 കീയും കൂടെ ഞാൻ പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്ത് ഡിയും ഇയും എഫും ആക്കുക കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, അപ്പോൾ വേറൊരു ഡിക്ഷണറിയും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഈ D1 എന്ന് പറയുന്ന ഡിക്ഷണറിയുടെ കൂടെ D2 എന്ന് പറയുന്ന ഡിക്ഷണറിയും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യും, D1 ഡോട്ട് അപ്ഡേറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യും. ഈ ഒരു അപ്ഡേറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് D2 പാസ് ചെയ്ത് കൊടുക്കും. അതായത് D1ൻ്റെ കൂടെ അപ്ഡേറ്റ് ചെയ്യൂ എന്താണ്, D2. ഓക്കെ, ഇനി നമുക്ക് D1 പ്രിൻറ്റ് ചെയ്ത് നോക്കാം, അത് അപ്ഡേറ്റ് ആയോ എന്ന് നോക്കാം. ഓക്കെ, dictionaries.py. ഓക്കെ, സി ഇവിടെ കണ്ടോ 1 2 3 ആയിരുന്നു D1 എന്ന് പറയുന്നത്. നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം D1ൻ്റെ അകത്ത് 4ഉം 5ഉം 6ഉം കൂടെ വന്നു. അപ്പോൾ ഇങ്ങനെയാണ് അപ്ഡേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിക്ഷണറിക്കകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഡിക്ഷണറിയും അതുപോലെ തന്നെ ഡിക്ഷണറിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അടുത്ത് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പഠിക്കുന്നത്, ഇഫ് എൽസ്, അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ ലൂപ്പ് കോൺസെപ്റ്റ് പഠിക്കും. ഓക്കെ, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ള. അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.